الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനരായ അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കുവാനും അതിലൂടെ ആഖിറത്തിലും ദുനിയാവിലും വിജയം നേടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ അനുസരിക്കുവാനും തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുവാനും എത്ര നിസ്സാരമായ നന്മകളാണെങ്കിലും ആ നന്മകളെ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ അല്ലാഹു വിശ്വാസികൾക്ക് കനിഞ്ഞരുളിയ പരിശുദ്ധമായ റമദാൻ എന്ന മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിൽ ബാക്കിയുള്ളത്. അല്ലാഹു ആയുസ്സും ആരോഗ്യവും നിലനിർത്തി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ തഖ്വ കൊണ്ട് സംവിധാനിക്കപ്പെട്ട മാസമാണ്. റമദാനുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരായിരിക്കുവാനാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസക്കാലം നമുക്ക് കനിഞ്ഞരുളുന്നത്. അതുകൊണ്ട് ആ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ഒരു തഖ്വയെ നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ നഫ്സിൻ്റെ 3 അവസ്ഥകൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ നഫ്സ് 3 വിധത്തിലാണെന്ന്. ഒന്ന് നഫ്സുൽ അമ്മാറയാണ്. ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത നഫ്സാണത്. എന്ന് വെച്ചാൽ തിന്മകളെ മാത്രം ആഗ്രഹിക്കുന്ന നഫ്സ്, നന്മയായ കാര്യങ്ങളെ ആ മനസ്സുകളിൽ ഒരിക്കലും ആഗ്രഹിക്കൂല. ഏതെങ്കിലും നിലക്കുള്ള തിന്മകൾ സംഭവിച്ചാൽ ആ തിന്മയുടെ പേരിൽ ആ നഫ്സിന് ദുഃഖമുണ്ടാകൂല. ആ തിന്മ എൻ്റെ ജീവിതത്തിൽ വന്നുപോയല്ലോ, എൻ്റെ റബ്ബിനോട് ഞാൻ ധിക്കാരം കാണിച്ചല്ലോ എന്ന ദുഃഖം, ആ ഒരു പ്രയാസം ആ നഫ്സിനെ ഒരിക്കലും ബാധിക്കൂല എന്നാണ്. നന്മ നഷ്ടപ്പെട്ടു പോയാലോ, ഒരു നന്മ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കണ്ണുനീരൊരിക്കലും ആ നഫ്സിനെ ബാധിക്കൂല. വിശുദ്ധ ഖുർആൻ സൂറത്തു യൂസുഫിലെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. എൻ്റെ പക്കൽ യാതൊരു തരത്തിലുള്ള തെറ്റുകുറ്റവും വന്ന് പോകുകയില്ലെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, മനുഷ്യ മനസ്സതാ ദുഷ്പ്രേരണകൾക്ക്, ദുർവികാരങ്ങൾക്ക് വിധേയമാകുന്നതാണ്. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുന്നവർ മാത്രമേ ഇതിൽ നിന്ന് ഒഴിവാവുകയുള്ളൂ എന്നാണ്. ഇത്തരം ആളുകളെ നഫ്സിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാൻ, അത്തരം നഫ്സുകളെ പിശാചത ജയിച്ചടക്കി വച്ചിരിക്കുകയാണ്. ഫഅൻസാഹും ദിക്റല്ലാഹ്, അങ്ങനെ അല്ലാഹുവിൻ്റെ ഓർമ്മ അവരെ പിശാച് മറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഉലൈക ഹിസ്ബുശ് ശൈത്വാൻ, അവർ പിശാചിൻ്റെ സൈന്യമാണ്. അവരുടെ നഫ്സിൽ ശൈത്വാനിയത്തുണ്ട് എന്നാണ്. അവർ ഒരിക്കലും നന്മ ആഗ്രഹിക്കൂല, നന്മക്ക് അവരെ പ്രേരിപ്പിക്കൂല. ഈ നഫ്സുൽ അമ്മാറയെ തഖ്വ കൊണ്ട് ശീലിപ്പിക്കുവാനാണ് പ്രിയമുള്ളവരെ റമദാൻ എന്ന ഒരു മാസക്കാലം അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. ഇനി വിശുദ്ധ ഖുർആൻ പറഞ്ഞ 2-ാമത്തെ നഫ്സ് എന്നറിയോ, നഫ്സുൽ ലവ്വാമയാണ്. എന്താ നഫ്സുൽ ലവ്വാമ? ആക്ഷേപിക്കുന്ന മനസ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ല, കുറ്റപ്പെടുത്തുന്ന മനസ്സ്. ഈ ആക്ഷേപം 2 വിധത്തിലുണ്ട്. ഒന്നുകിൽ നന്മ നഷ്ടപ്പെടുത്തുമ്പോൾ മനസ്സിനെ വല്ലാതെ കുത്തുന്നൊരു നഫ്സ്. ഉദാഹരണം, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുവാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ, ഒരു വക്ത് ജമാഅത്ത് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ ദിവസങ്ങളോളം മാസങ്ങളോളം ദുഃഖമായി നടക്കുന്ന ആളുകൾ അല്ലേ. ഒരു റക്അത്ത് പോയല്ലോ, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള അവസരം കിട്ടിയിട്ടത് നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ഒരു ടെൻഷൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ അവസരം ലഭിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം. ഇതാണ് നഫ്സുൽ ലവ്വാമയുടെ ഒരു ഭാഗം. രണ്ടാമത്തത് ഒരു തിന്മ ചെയ്യാൻ അവസരം ലഭിച്ചിട്ട് അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടം. ഒരു തിന്മ ചെയ്യാൻ അവസരം കിട്ടി, പക്ഷെ അത് ചെയ്തില്ല, അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട്. ഇപ്പം 2 നഫ്സുൽ ലവ്വാമ 2 രൂപത്തിലുണ്ട്. ഇതേതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടതെന്നുള്ളത് അല്ലേ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്ത്,
ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിനെ കുറിച്ച് ഞാൻ ഇതാ സത്യം ചെയ്തു പറയുന്നു. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ആക്ഷേപകാരിയായ മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. അതില് നന്മ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലുള്ള സങ്കടമാണെന്നുണ്ടെങ്കിൽ ആ നഫ്സുൽ ലവ്വാമ എന്താണ്? അത് നല്ല നഫ്സാണ്. ഒരു ചെറിയ നന്മ ചെയ്യാനുള്ള അവസരം കിട്ടി, പക്ഷെ ആ നഫ്സിന്റെ സുഖത്തിനു വേണ്ടി അത് ഉപേക്ഷിച്ചപ്പോൾ ആ നന്മ ഒഴിവാക്കിയതിൻ്റെ പേരിൽ മനസ്സിന് വല്ലാതെ ദുഃഖമുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ ഒരു നഫ്സാണ് നഫ്സുൽ ലവ്വാമയിൽ വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകേണ്ട നഫ്സ്. വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റമദാനിൽ വിശുദ്ധ ഖുർആൻ ഓതാനുള്ള അവസരം കിട്ടി. പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ അത് ഓതി തീർക്കാൻ പറ്റിയില്ല. അപ്പം ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടാകുക. ഇല്ല, നമ്മൾ തുടങ്ങി അല്ലേ, അവസാനം വരെ ഓതി തീർക്കണമെന്ന് ആലോചിച്ച് നമ്മൾ തുടങ്ങിയ പ്ലാനാണ്. പക്ഷേ അത് റമദാൻ അവസാനിക്കുമ്പോൾ അത് ഓതി തീർക്കാൻ പറ്റിയില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട്. അത് മനസ്സിനെ വല്ലാതെ എങ്ങനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് അല്ലേ തൗബ ചെയ്യാൻ സാധിക്കാതെ വരിക, അതിൽ വല്ലാത്തൊരു ടെൻഷൻ. ഈ നഫ്സുൽ ലവ്വാമ പ്രിയമുള്ളവരെ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടതാണ്. നേരെ തിരിച്ചുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടില്ല. മൂന്നാമത്തെ നഫ്സ് ഏതാ? മൂന്നാമത്തെ നഫ്സ് നഫ്സുൽ മുത്മഇന്നയാണ്. ഇതാണ് ശരിക്ക് ഒരു മുസ്ലിമിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ നഫ്സുകളെ തിന്മ ഒരിക്കലും ബാധിക്കൂല, തിന്മ ഒരിക്കലും ആ നഫ്സിൽ ആഗ്രഹിക്കൂല. തിന്മകൾ വരാനുള്ള ചാൻസുകളോട് സാഹചര്യങ്ങളോട് ആ മനുഷ്യൻ അടുക്കുക പോലുമില്ല. ഞാൻ ഇന്ന ആളുമായി ഫ്രണ്ട്ഷിപ്പിലായാൽ, ഞാൻ ഇന്ന സ്ഥലവുമായി ഞാൻ ബന്ധപ്പെട്ടാൽ, ഇന്ന സാഹചര്യത്തിൽ ഞാൻ എത്തിപ്പെട്ടാൽ എൻ്റെ നഫ്സ് തിന്മകളിലേക്ക് അടുക്കുമെന്ന തോന്നലുണ്ടാക്കും. അതുണ്ടാക്കിയാൽ ആ കൂട്ടുകെട്ടിനെ അവിടെ ഓൻ അവസാനിപ്പിക്കും. ആ സാഹചര്യത്തെ, ആ സന്ദർഭത്തെ അതിലേക്ക് ഓൻ അടുക്കുക പോലുമില്ല. ആ നഫ്സിൽ ഒരിക്കലും തിന്മ ബാധിക്കൂല, കറ ബാധിക്കൂല. ആ നഫ്സിനെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മരണത്തിന്റെ സമയത്തതാ റഹ്മത്തിന്റെ മലക്കുകൾ ആശംസകൾ നേർന്നുകൊണ്ട് വിളിക്കുമെന്ന് പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ നഫ്സിനെയാണ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. സമാധാനമടഞ്ഞ ആത്മാവേ, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ മയ്യത്ത്, അവന്റെ റൂഹെടുക്കാൻ മലക്കുകൾ വരുന്ന രംഗമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ശാന്തിയടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നീ നിന്റെ റബ്ബിലേക്കതാ തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക. ഈ നഫ്സാണ് പ്രിയപ്പെട്ടവരെ വരുന്ന ഒരു മാസക്കാലം പരിശുദ്ധ റമദാനിൽ ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ട നഫ്സ്. ആ നഫ്സിനെ തഖ്വ ശീലിപ്പിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ എന്ന അനുഗ്രഹം നമ്മിലേക്ക് തരുന്നത്. അതാണ് ലഅല്ലക്കും തത്തഖൂൻ. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ഡ്രസ്സിലോ നമ്മുടെ മുഖത്തോ വരുന്ന ഏതെങ്കിലും മാറ്റത്തിൻ്റെ പേരല്ല തഖ്വ എന്ന് പറഞ്ഞാൽ. അതൊക്കെ തഖ്വയുടെ അടയാളങ്ങളാണ്. നല്ല നീണ്ട താടിയുള്ള ഇസ്ലാമികമായ വേഷം ധരിച്ച ഒരു മനുഷ്യനെ നോക്കിയിട്ട് അയാൾ തഖ്വ ഉണ്ടെന്ന് എങ്ങനെ നമ്മൾ പറയാം? ഒരു നീണ്ട ജുബ്ബയും ഒരു തൊപ്പിയും ഒരു താടിയും കാലിൻ്റെ മേലെയുള്ള പാൻറ്റും കണ്ട് നല്ല തഖ്വയുള്ള ആളാണെന്ന് നമുക്കെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? തഖ്വൻ്റെ അടയാളങ്ങൾ അയാളുടെ ശരീരത്തിലുണ്ട്, പക്ഷെ അവൻ ഉറച്ച മുത്തഖിയാണെന്ന് എങ്ങനെ പറയാം? ആ മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ളില് പ്രിയമുള്ളവരെ പകയും വിദ്വേഷവും ദേഷ്യങ്ങളൊക്കെ നിറഞ്ഞ മനസ്സാണെങ്കിൽ ആ മനസ്സിലെങ്ങനെ തഖ്വ ഉണ്ടാവുക? അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം തഖ്വക്ക് കൃത്യമായൊരു നിർവചനം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉലമാക്കൾ എഴുതി,
യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അയ്യജ്അലു അൽ മുസ്ലിമു വിഖായതൻ ബൈനഹു വബൈന ഗളബല്ലാഹി വസഖ്തൻ. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ വെറുപ്പിൻ്റെയും ദേഷ്യത്തിൻ്റെയും മുസ്ലിമായ മനുഷ്യൻ്റെയും ഇടയിൽ ഒരു വലിയ വിഖായത്ത്. വിഖായത്ത് പറഞ്ഞാൽ ഒരു മതില് കെട്ടുന്നതിൻ്റെ പേരാണെന്ത്? തഖ്വ എന്ന് പറഞ്ഞാൽ. അഥവാ ഏത് വിഷയത്തിലാണോ എൻ്റെ റബ്ബനോട് ദേഷ്യം പിടിക്കുക, എൻ്റെ റബ്ബനെ വെറുക്കുക, എൻ്റെ റബ്ബിനെ എന്നെ ഇഷ്ടപ്പെടാതിരിക്കുക, ആ അമല് ഞാൻ ചെയ്യാതിരിക്കുക. എൻ്റെ ഏതൊരു സംസാരത്തിലാണോ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവുക, അതുമാത്രം ഞാൻ പറയാം. അള്ളാഹ്ക്ക് കോപമുണ്ടാക്കുന്ന വാക്കുകൾ എൻ്റെ നാവിലൂടെ വരാതിരിക്കുക. അഥവാ അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൻ്റെയും അവൻ്റെ കോപത്തിൻ്റെയും ഇടയിൽ, മുസ്ലിമായ മനുഷ്യൻ്റെയും ഇടയിൽ ഒരു വലിയ വിഖായത്ത്, ഒരു മതില് കെട്ടിപ്പണിയുന്നതിൻ്റെ പേരാണെന്ത്? തഖ്വ എന്ന് പറഞ്ഞാൽ. എൻ്റെ റബ്ബ് എൻ്റെ മരണം വരെ എൻ്റെ റബ്ബനോട് കോപിക്കുന്ന, ദേഷ്യപ്പെടുന്ന ഒരു സെക്കൻഡ് പോലും എനിക്കുണ്ടായിക്കൂടാ എന്നൊരു ഉറച്ച തീരുമാനം. അതാണ് തഖ്വ. അതെങ്ങനെ ഒരാൾ ഡ്രസ്സ് കാണുമ്പോഴും അയാളുടെ ശരീരം കാണുമ്പോഴും അയാളുടെ താടി കാണുമ്പോഴും എങ്ങനെ മനസ്സിലാകുക? നമ്മൾ വിലയിരുത്തലുണ്ടല്ലോ. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് ഇവിടെ കണ്ട നല്ല തഖ്വയുള്ള ആളാണ് കേട്ടോ. ചില ആളുകളെ ഷേപ്പ് നോക്കി നമ്മൾ പറയുന്നത്, അയാളെ കോളം നോക്കി പറയും അല്ലേ ഓനെ കണ്ട ഒരു തഖ്വയില്ലാത്ത മനുഷ്യനാണ്. നമ്മളളക്കാണ് ഒരാളെ തഖ്വനെ നമ്മളളക്കണത് അല്ലേ. അയാള് ചിലപ്പോൾ നമ്മളെ കണ്ണിൽ നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു മനുഷ്യൻ ചിലപ്പോൾ ആകാശത്തിൻ്റെ മുകളിൽ അല്ലാഹു തആല അയാളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. അള്ളാഹിൻ്റെ മലക്കുകൾ അവനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. നമുക്കതറിയില്ല. നമ്മൾ ഓരോ ഷേപ്പ് നോക്കിയിട്ടാണ് നമ്മൾ തഖ്വ വളക്കണത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഖ്വയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അത്തഖ്വാ ഹഉനാ അത്തഖ്വാ ഹഉനാ അത്തഖ്വാ ഹഉനാ വയുശീറു ഇലാ സ്വദ്രിഹി സലാസ മർറാ. 3 വട്ടം തൻ്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ തഖ്വ. ഇത് ആ തഖ്വ പ്രിയപ്പെട്ടവരെ നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിന്ന് വരേണ്ട സാധനമാണ്. കാരണം എന്താണെന്നറിയോ അല്ലേ? ഈ മിമ്പർ നിൽക്കുന്ന എന്നെ അല്ലേ, എനിക്കെന്തുണ്ട്? എൻ്റെ ജീവിതത്തിൽ രഹസ്യമായ ജീവിതമുണ്ട്, പരസ്യമായ ജീവിതമുണ്ട്. എൻ്റെ പരസ്യമായ ജീവിതത്തിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ ഞാൻ തഖ്വയുള്ള ആളായിരിക്കും. എൻ്റെ രഹസ്യമായ ജീവിതത്തിലോ 4 ചുമരിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നവനാകണം. അതാ തഖ്വ എന്ന് പറഞ്ഞാൽ. ആരാരുമില്ലാത്ത സന്ദർഭത്തിൽ ഒറ്റക്കുള്ളൊരു റൂമിൽ തൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നവൻ, അതാ രഹസ്യമായ ജീവിതം. അവിടെ തഖ്വണ്ടോന്ന് എങ്ങനെ അല്ലേ എന്നെ നോക്കിയിട്ട് നിങ്ങൾ പറയാം? നിങ്ങളെ നോക്കിയിട്ട് എനിക്കെങ്ങനെ നല്ല തഖ്വയുള്ള ആളാന്ന് എങ്ങനെ നിങ്ങളെ പറ്റി പറയാൻ പറ്റുക? പക്ഷെ പരിശുദ്ധ റമദാനിൽ നമുക്കെന്താണ്? നമുക്ക് ആ തഖ്വ നേടിയെടുക്കാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. അല്ലാഹു തആല വിരോധിച്ച ഒരു കാര്യവും നമ്മൾ ആ മാസം ചെയ്യാറില്ല. കണ്ണുകളെ വളരെ സൂക്ഷ്മമായി നമ്മൾ സൂക്ഷിച്ചു, കാതുകളെ സൂക്ഷിച്ചു, നാവിനെ സൂക്ഷിച്ചു. ഒരു ചെറിയ തെറ്റാണ് എന്ന് തോന്നിയ കാര്യത്തിൽ നിന്ന് പോലും ആ പരിശുദ്ധ റമദാനിൽ എന്ത് ചെയ്തു? മുസ്ലിമീങ്ങൾ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ റമദാൻ കഴിഞ്ഞാലോ നേരെ പഴയ ജീവിതത്തിലേക്ക് തന്നെ പല ആളുകളും തിരിച്ചു പോവുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം എന്നാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്ങനെ? ഹഖ്ക തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം എന്നാണ്. എങ്ങനെയാണോ അള്ളാഹിനെ സൂക്ഷിക്കേണ്ടത് ആ രൂപത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കണം. മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി മനോഹരമായൊരു അർത്ഥം പറഞ്ഞു തഖ്വക്ക്. തഖ്വ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരാളെ കണ്ടുകാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? തഖ്വ വളക്കണ്ട. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ടാവും, പതുങ്ങിയ സംസാരമായിരിക്കും, ആളുകളെ മയക്കുന്ന സംസാരങ്ങളായിരിക്കും, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ അയാൾ വല്ലാത്ത സ്വാധീനം ഉണ്ടാക്കും. അതിലൊന്നും തെറ്റിദ്ധരിച്ച് കണ്ട് എന്ത് ചെയ്യണ്ട? ചതിയിൽ പെട്ടുപോകണ്ട. തഖ്വ എന്ന് പറഞ്ഞാൽ സ്വന്തം ഓരോരുത്തരും എന്നിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം.
അല്ലെ? എനിക്ക് തെക്കുവുണ്ടോന്ന് ഞാൻ എന്നിൽ നോക്കുക. വേറൊരുത്തൻ്റെ തെക്കുവ നോക്കിയാണ്ട് നമ്മളെന്ത് ചെയ്യേണ്ട? തെക്കുവ അളക്കണ്ടെന്ന് അർത്ഥം. അതിലുള്ള മാർഗ്ഗമാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഒന്ന് ഹിയ ഇബാദത്തുഹു ബിഫിഅലിൽ അവാമിർ. ഒരാൾക്കില്ലേ എനിക്ക് തെക്കുവുണ്ടോന്ന് ഞാൻ എങ്ങനെ അളക്കുക? അതൊന്ന് എൻ്റെ റബ്ബനോട് കൽപ്പിച്ച കൽപ്പനകളെ എനിക്കനുസരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ നോക്കുക, വേറൊരാളെ നോക്കണ്ട. എൻ്റെ റബ്ബനോട് കൽപ്പിച്ച കൽപ്പനകളെ എനിക്കനുസരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എന്നെ ഞാൻ നോക്കുക. ചിലപ്പോ പ്രിയമുള്ളവരെ, നാട്ടിൽ അറിയപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളോട് ചോദിക്കണം, എന്തറിയും? സ്വഹാബ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് കണ്ടാൽ നല്ല തഖ്വയുള്ളൊരു മനുഷ്യനാണ്. പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ആ നടന്നു പോകുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വഹാബാക്കള് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ വളരെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. പ്രവാചകൻ ഇങ്ങനെ പുഞ്ചിരിച്ചു എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കീറിയ വസ്ത്രം ധരിച്ച ആകെ മുഷിഞ്ഞ അവശനായിട്ട് ഒരു ആട്ടിടയൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പ്രവാചകൻ ചോദിച്ചു, സ്വഹാബ അയാളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വഹാബാക്കള് അദ്ദേഹത്തെ വലിയ ഒരു മതിപ്പില്ലാത്ത രൂപത്തിലാണ് സ്വഹാബാക്കൾ സംസാരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് സ്വഹാബാക്കളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ കോലം നോക്കിയാണ്ട് അളക്കണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾ നിസ്സാരമായി കാണുന്ന ആളുകളെ നാളെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ അയാളെക്കുറിച്ച് അള്ളാഹു സംസാരിക്കുന്നുണ്ടാവും. രണ്ടാമതായി ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വതറക്കുൻ നവാഹി. റബ്ബ് വിരോധിച്ച കാര്യങ്ങളെ, അല്ലാഹു തആല വിലക്കിയ കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുക. മനസ്സ് തിന്മയിലേക്ക് അടുക്കും. തിന്മ ചെയ്യാൻ മനസ്സിനെ പ്രേരിപ്പിക്കുമ്പോഴൊക്കെ എൻ്റെ റബ്ബിനത് ഇഷ്ടമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ തിന്മ ചെയ്യാതെക്കുക. അവസരം കിട്ടാത്തതിൻ്റെ പേരിലല്ല. ഒരു തിന്മ കണ്ടു, ആ തിന്മ ചെയ്യാൻ എല്ലാ സാഹചര്യങ്ങളുണ്ട്, പക്ഷെ എൻ്റെ റബ്ബ് കാണുമല്ലോ എന്നുള്ള പേടി കൊണ്ട് ആ തിന്മ ഒഴിവാക്കുക. അതാണ് വതറക്കുൻ നവാഹി. അറിഞ്ഞുകൊണ്ട് തിന്മകളെ ഒരാളെന്ത് ചെയ്യുക? ഒഴിവാക്കുക. അൻ ഖൗഫി മിനല്ലാഹ്, അള്ളാഹിനെ പേടിച്ച് കാണുക, വേറെ ആരും കാണാനല്ല. അള്ളാഹുവിനെ പേടിച്ചൊരു തിന്മ ചെയ്യാതെക്കുക. ഈ ദുനിയാവില് ആരെയാണോ നമ്മൾ പേടിക്കുന്നത് അതിൻ്റെയൊക്കെ മേലാരാണ്? അള്ളാഹുവാണ്. വല്ലാഹു അഹഖു മൻ തഖ്ശ. നാം ഏറ്റവും പേടിക്കാൻ ബാധ്യതയുള്ളത് ആ റബ്ബിനെയാണ്. ആ ഒരു പേടി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. നാട്ടുകാർ തിന്മ ചെയ്യുമ്പോൾ നാട്ടുകാർ കാണുന്ന പേടി നമുക്ക് ഉണ്ടാവും. വാപ്പ കാണും, ഉമ്മ കാണും, സമൂഹത്തിലെ ആളുകൾ കാണുന്ന പേടി നമുക്ക് ഉണ്ടാവും. ആ പേടിയല്ല. വല്ലാഹു അഹഖു മൻ തഖ്ശ. നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ റബ്ബിനെയാണ്. വൻ റഅബത്തിൻ ഫീമാ ഇദ്ദൻ. അതോടൊപ്പം അള്ളാഹുവിനെ പേടിക്കുന്നതോടൊപ്പം എന്തു വേണം? ആ റബ്ബില് പൂർണ്ണമായ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടാവണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ തങ്ങൾ രോഗിയായി കിടക്കുന്നൊരു സ്വഹാബിയെ സന്ദർശിക്കാൻ പോവുകയാണ്. അദ്ദേഹം രോഗിയായി കിടക്കാൻ അറിഞ്ഞപ്പോൾ അയാളെ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തെ കണ്ടില്ല. വീട്ടിൽ ചെന്നപ്പോൾ മടങ്ങിപ്പോരുമ്പോഴാണ് റോഡിൽ വെച്ചിട്ട്, വഴിക്ക് വെച്ചിട്ട് ആ സ്വഹാബിയെ പ്രവാചകൻ കാണുന്നത്. പ്രവാചകൻ ചോദിച്ചു, എങ്ങനെയുണ്ട്, രോഗമൊക്കെ ശിഫയായെന്ന് ചോദിച്ചു, മാറിയെന്ന് ചോദിച്ചു. ആ സ്വഹാബി പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ പേടിക്കണം, എൻ്റെ രോഗശിഫയായി, ഞാൻ റബ്ബിനെ പേടിക്കുന്നുണ്ട്, അതോടൊപ്പം അവൻ്റെ റഹ്മത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഈ രണ്ടു കാര്യങ്ങൾ ഒരു മുഅ്മിനിൻ്റെ മനസ്സിൽ ഒരുമിച്ച് വന്നാൽ, അദ്ദേഹം പറഞ്ഞു രോഗം ശിഫയായി, രോഗം മാറിയിട്ടുണ്ട്, എനിക്കെന്തുണ്ട്, എനിക്ക് അള്ളാഹുവിനെ പേടിയാണല്ലേ, എൻ്റെ റബ്ബിനെ ഞാൻ പേടിക്കുന്നു, അതോടൊപ്പം എൻ്റെ റഹ്മത്തിൽ ഞാൻ എന്ത് ചെയ്യാണ് അല്ലെ പ്രതീക്ഷയുണ്ട് എനിക്ക്. പ്രവാചകൻ പറഞ്ഞു, ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മുഅ്മിനിൻ്റെ മനസ്സിൽ ഒരുമിച്ച് വന്നാൽ, ഈ രണ്ട് കാര്യങ്ങൾ ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ ഒരുമിച്ച് വന്നാൽ അവൻ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മുസ്ലിമിനുണ്ടാകേണ്ട, ഒരു മുഅ്മിനിനുണ്ടാകേണ്ട വിചാരമാണ്. അള്ളാഹിനെ പേടിക്കണം, അതോടൊപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പ്രതീക്ഷയും വേണം. അപ്പോൾ പ്രാർത്ഥിക്കൽ എങ്ങനെയാണ്?
അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടൂല എന്ന് എഴുതാനാണ് പ്രാർത്ഥിക്കുക? അല്ലല്ലോ. ഒരു മാരകമായ രോഗമുള്ള ഒരാൾ അല്ലേ, ഡോക്ടർ പറയാണ് ഒരിക്കലും ഇനി മാറൂല, ഇനി മരണമല്ലാതെ വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും പ്രിയമുള്ളവർ, നമുക്ക് നമ്മുടെ റബ്ബിന് പ്രതീക്ഷ ഉണ്ടാവണം. രോഗം മാറ്റാൻ ആർക്ക് പറ്റും? എൻ്റെ റബ്ബിന് സാധിക്കുന്ന ഉറച്ച തീരുമാനമാണ്. ഏത് ഡോക്ടർ പറഞ്ഞാലും ശരി, എൻ്റെ റബ്ബ് വിചാരിച്ചാൽ എന്ത് ചെയ്യും? എൻ്റെ രോഗം മാറും. ആ ഒരു പ്രതീക്ഷയാണ് അല്ലേ ഒരു രോഗമുണ്ടായാൽ പോലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി മൂന്നാമത് പറഞ്ഞത് വഅൻ മഹബ്ബത്തിൻ സ്വാദിഖത്തുൻ ലഹു വലി റസൂലിഹി, മാത്രമല്ല അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും സത്യസന്ധമായിട്ടായിരിക്കും ഒരു മുസ്ലിമായ തഖ്വയുള്ളൊരു മനുഷ്യൻ്റെ അനുസരണം എന്നാണ്. അവൻ്റെ പേരാണ് മുത്തക്കി. ഇതെങ്ങനെ മറ്റുള്ളവർക്കുണ്ടെന്ന് നമ്മൾ തീരുമാനിക്കാം? ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ആ തഖ്വയുണ്ടെന്ന് എങ്ങനെ ഞാൻ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറയാം? അല്ല, ഈ മിമ്പറിൽ നിൽക്കുന്ന എനിക്ക് ആ തഖ്വയുണ്ടെന്ന് എങ്ങനെ നിങ്ങൾ അളക്കുക? അതൊരാളെ കോലം കണ്ടാണ് ഷേപ്പ് ഉണ്ടാകുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ട് ആ നഫ്സിനെ നന്നാക്കിയെടുക്കാൻ നമ്മൾ സ്വയം പരിശ്രമിക്കുക. അതാണ് പരിശുദ്ധ റമദാൻ എന്ന മഹത്തായ അനുഗ്രഹം പടച്ച റബ്ബ് നമുക്ക് നൽകുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ ആര് പരിശുദ്ധപ്പെടുത്തിയോ അവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തി എന്ത് ചെയ്തു? അവൻ പരാജയപ്പെട്ടു. അല്ലാഹു വിജയിച്ച കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ തഖ്വകൾ കൊണ്ട് നിറക്കാൻ ഈ ഒരു പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രിയമുള്ളവരെ അതിൻ്റെ മുന്നേ നമ്മൾ ഒരുങ്ങേണ്ട സന്ദർഭമാണ്. അല്ലാഹു ആ നിലയ്ക്ക് തഖ്വ അല്ലെ മനസ്സിൽ നിറക്കാനുള്ള നല്ലൊരു മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ പരിശുദ്ധ റമദാനിൽ അല്ലാഹു നമുക്ക് ആയുസ്സും ആരോഗ്യവും നിലനിർത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ ഇബാദല്ലാഹ് ഉസീക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരാൾ ഒരിക്കൽ വന്ന് ചോദിക്കുകയാണ്, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ് മുത്തഖി എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം 3 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഈ പ്രസംഗിക്കുന്ന എന്നിലോ ഇത് കേൾക്കുന്ന നിങ്ങളിലോ ഉണ്ടെങ്കിൽ അവൻ്റെ പേരാണ് മുത്തഖി. അതിലൊന്നെന്താ അറിയോ? ഒന്ന് അദ്ദേഹം പറഞ്ഞു അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹിനെ പേടിക്കുക, അള്ളാഹുവിനോടുള്ള ഭയമാണ്. അത് എങ്ങനെയാണ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞില്ലേ, ആരാരുമില്ലാത്ത കൂരിരുട്ടിലും അല്ലാഹു തആല കാണുന്നുണ്ട് എന്ന ഭയം ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുക. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയുന്ന ചരിത്രമാണ്. രാത്രിയിൽ അസ്ലം റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിങ്ങാണ്ട് ജനങ്ങളുടെ പ്രയാസങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പുറത്തു പോയല്ലോ. ആ ടൈമിൽ ഒരു ചെറിയ വീട്ടിൽ നിന്ന് ഈത്തപ്പന ഓലകൾ കൊണ്ട് മറക്കപ്പെട്ട ഒരു ചെറിയ വീട്ടിൽ നിന്നൊരു പെണ്ണിൻ്റെ സംസാരം കേട്ടല്ലോ. ആ ചരിത്രം പ്രിയമുള്ളവരെ കേൾക്കാനുള്ളതോ അത് മിമ്പറുകളിലും സ്റ്റേജുകളിലും പ്രസംഗിച്ച് നടക്കാനുള്ളതൊന്നുമല്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആവുന്നുണ്ടോ എന്ന് നമ്മളെക്കുറിച്ച് പരിശോധിക്കണം. മദീനത്ത് ജീവിക്കുന്ന ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലെ ഒരു പെണ്ണ്, ഒരു സാധു പെണ്ണാണ്, വലിയ ആലിമീങ്ങളുടെ കുടുംബമൊന്നുമല്ല. ആ പെണ്ണിൻ്റെ ഉമ്മ പറയണെന്ത് അല്ലേ, ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ വീടിൻ്റെ പുറത്താണ് ആരുള്ളത്? ഉമറും അസ്ലം റളിയല്ലാഹു അൻഹും 2 പേരുള്ളത്. അവർ കേൾക്കണ സംസാരമാണ്. ആ ഉമ്മ അല്ലേ മോളോട് പറയാണ്, മോളെ അല്ലെ പാലിൽ അല്പം വെള്ളം ചേർത്തതാണ്. ആ പെണ്ണ് പറയണ, ഉമ്മർ അറിഞ്ഞാൽ തല പോകും. കാരണം അദ്ദേഹം എന്താണ് അശദ്ദുഹും ഫീ ദീനില്ല, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അത്ര കണിശമാണ് ആര്? ഉമർ. അദ്ദേഹം പറഞ്ഞല്ലോ അല്ലേ, സക്കാത്ത് കൊടുക്കാതെ ആരെങ്കിലും അവൻ്റെ സമ്പത്ത് പോയിത്തിച്ചാൽ അവനോട് യുദ്ധം ചെയ്തിട്ടാണെങ്കിലും ശരി ഞാനത് പിടിച്ചു വാങ്ങുമെന്ന് പറഞ്ഞത്. അത്ര കണിശാണ് ഉമർ റളിയല്ലാഹു അൻഹു. മോള് പറയണേ, ഉമർ അറിഞ്ഞാൽ തല പോകും. ഉമ്മ ചോദിക്കണ, മോളെ ഉമർ രാജകൊട്ടാരത്തിലല്ലേ, നമ്മൾ പാലിൽ വെള്ളം ചേർക്കുന്നത് എങ്ങനെ ഉമർ അറിയാം?
അപ്പം ആ മോള് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഉമ്മ എൻ്റെയും നിങ്ങളുടെയും ഉമറിൻ്റെയും റബ്ബ് ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് കാണൂലേ എന്നാണ് ചോദ്യം. ഇത് കേട്ടപ്പോഴാണ് ഉമറിൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നത്. അസ്ലം റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, ഈ പെണ്ണിൻ്റെ വീട് മനസ്സിലായല്ലോ, നമുക്ക് നാളെ നേരം വെളുത്താൽ ഇവിടെ വരാണ്ട്. പിറ്റേ ദിവസം രാവിലെ തൻ്റെ മകനെ, ഉമറിൻ്റെ മകനെയും കൂട്ടി ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറിയ കുടിലേക്ക് വരികയാണ്. താരീഖിൻ്റെ ഉലമാക്കളെ എഴുതി ഉമർ വന്നിട്ട് വാതിൽ മുട്ടന്. താരീഖിൻ്റെ ഉലമാക്കൾ പറയാണ്, ആ ഉമ്മ ആ വാതിലെ മുട്ടുന്ന ശബ്ദം കേട്ടിട്ട് പേടിച്ചു എന്നാണ്. ഉമറിനെ കണ്ടുകാണ്ട് പേടിച്ചു. പിന്നെ കാരണം ഇന്നലെ നമ്മൾ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞത് ഉമർ അറിഞ്ഞിട്ടുണ്ട്, ഉറപ്പാണ് തല പോകും, ഒരു സംശയമില്ല. പേടിച്ചിങ്ങനെ വിറച്ചു നിൽക്കുന്ന ചരിത്രം പഠിപ്പിക്കണത്. ഉമർ പറഞ്ഞു, ഉമ്മ മോളെ വിളിക്കുന്ന പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോളെ ഇതെൻ്റെ മകന് അല്ലേ ഇബ്നു ഉമറാണ്, ഇവിടെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തുതരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. നോക്കൂ നിങ്ങൾ, ഒരു ഖലീഫയുടെ മകന് ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സാധു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള ക്വാളിറ്റി എന്താ? ആ പെണ്ണ് പ്രിയപ്പെട്ടവരെ ആരും കാണാത്ത സന്ദർഭത്തിൽ അള്ളാഹനെ പേടിച്ചു എന്നുള്ള ക്വാളിറ്റി മാത്രമാണ്. വലിയ പൈസയുള്ള കുടുംബമൊന്നുമല്ലല്ലോ, ആലിമീങ്ങളുടെ കുടുംബമല്ല. ഒരു ഖലീഫയുടെ മകന് ആ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ക്വാളിറ്റി അത് മാത്രമാണ്. ആ പെണ്ണ് ആരാരുമില്ലാത്ത സന്ദർഭത്തിൽ തൻ്റെ റബ്ബിനെ ഭയപ്പെട്ടു എന്നുള്ളത്. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലെ, ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കൊരു സംഭവം കാണാൻ പറ്റും. അദ്ദേഹം ഖലീഫയായി നിൽക്കുന്ന സമയം, ഉമറിൻ്റെ പേരക്കുട്ടിയാണല്ലോ, ഒരു ദിവസം തൻ്റെ വീട്ടിൽ ഒരു ചെറിയ വിളക്കിങ്ങനെ കത്തിച്ച് കണ്ട് അദ്ദേഹം ബൈത്തുൽ മാലിൻ്റെ കണക്കിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടല്ലോ ഒരു പോയിന്റ് ചരിത്രമാണ്. ബൈത്തുൽ മാലിൻ്റെ കണക്കിങ്ങനെ ഒരു ചെറിയ വിളക്ക് കത്തിച്ച് കണ്ട് ഇങ്ങനെ അദ്ദേഹം കണക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മകൻ വന്നു വാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് മകൻ പറയാണ്, വാപ്പ എനിക്ക് നിങ്ങളുമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ്ട് പറഞ്ഞു. ഉമർ ബിൻ അബ്ദുൽ അസീസ് മകനോട് ചോദിക്കാണ്, മോനെ നമ്മുടെ കുടുംബകാര്യാണോ ചർച്ച ചെയ്യണത്, അതല്ല ബൈത്തുൽ മാലുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ ചർച്ച ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു. മകൻ പറഞ്ഞു, വാപ്പ കുടുംബകാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കത്തിച്ചു വെച്ച വിളക്കണ്ട് കെടുത്തി, ഊതിൻ്റെ കെടുത്തി. മോൻ ചോദിക്കാണ്, വാപ്പ ഞാൻ കുടുംബകാര്യം ചർച്ച ചെയ്യാൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല തോന്നുന്നു. വാപ്പ പറയാണ്, മോനെ നീ കുടുംബകാര്യം ചർച്ച ചെയ്യാൻ അല്ലേ വന്നത് ഇഷ്ടമാകാത്തോണ്ടൊന്നുമല്ല, ഈ വിളക്കെന്തിൻ്റെതാണെങ്കിൽ ഈ വിളക്ക് ഞാൻ കത്തിച്ചു വെച്ച ഈ വിളക്ക് അത് ബൈത്തുൽ മാലിൻ്റെ വിളക്കാണ്. ഈ വിളക്ക് കത്തിച്ചു വെച്ചുകാണ്ട് ഞാൻ അല്ലേ നമ്മുടെ കുടുംബകാര്യം ചർച്ച ചെയ്താൽ നാളെ ആഖിറത്തിൽ എൻ്റെ റബ്ബിനോട് ഞാൻ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് ഊതിക്കെടുത്തിയത്. അത് എൻ്റെ നിൻ്റെ കുടുംബകാര്യം ചർച്ച ചെയ്യാനുള്ളതല്ല എന്ത് ഈ പൊതു ഖജനാവിൻ്റെ ഈ വിളക്ക് എന്ന് പറഞ്ഞാൽ. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വുളൂവെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, അനാവശ്യമായി നമ്മൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ നാളെ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. അള്ളാൻ്റെ പള്ളി, ഇവിടെ നമ്മൾ ഒരു ഫാന് കറക്കുകയാണ്, നമുക്ക് ആവശ്യത്തിന് ചെയ്യാം അല്ലേ. യാത്രക്കാർക്ക് അല്ലെ കിടക്കാനും അല്ലെ വിശ്രമിക്കാനുള്ള സ്ഥലമാണ് പള്ളി, അവർക്കതിന് ഉപയോഗിക്കാം, അതിനൊന്നും പ്രശ്നമല്ല. അനാവശ്യമായിട്ടൊരു ഫാൻ ഇവിടെ കറങ്ങുന്നുണ്ടെങ്കിൽ നാളെ അത് അല്ലേ അതിന് ഓരോരുത്തരും ഉത്തരവാദിയാണ്. അനാവശ്യമായിട്ട് ലൈറ്റ് ഇവിടെ അല്ലേ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ മഹല്ലത്തിൻ്റെ ആളുകൾ കൃത്യമായി അതിൻ്റെ മറുപടി പറയേണ്ടി വരും. ബൈത്തുൽ മാൽ എന്നാൽ വെറും അല്ലേ ചില്ലറ കാര്യമൊന്നുമല്ല. പൊതു ഖജനാവുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഇതൊക്കെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഈയുടെ തഖ്വ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഒരു പരിശുദ്ധ റമദാൻ നൽകുന്നത്. ആ റമദാനിനെ ആ നിലക്ക് ഉപയോഗപ്പെടുത്താൻ, തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഇപ്പോഴേ പരിശ്രമങ്ങൾ തുടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും
മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗിയായി കിടക്കുന്നുണ്ട്, നമ്മുടെ മഹല്ലത്തിലെ ആളുകളൊക്കെ. കഴിഞ്ഞ ഖുതുബയിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു അവരുടെ രോഗങ്ങളൊക്കെ ശിഫ ആക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.